Congratulations to you, dear Papa and എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഇന്നലെ രാത്രി 12 മണിക്ക് വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും 2 മണിയായിട്ടോ. ഇന്ന് രാവിലെ ഒത്തിരി നേരം വൈകിയൊക്കെ എണീറ്റത്. പിന്നെ ഞങ്ങൾ എണീറ്റപ്പോഴേക്കും വീഡിയോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഉച്ചയായി. ഇപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഫുഡിനായിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇന്നാണ് കറക്റ്റ് ഡേറ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ. പക്ഷേ ഇന്ന് വലിയ സെലിബ്രേഷനൊന്നും ഇന്ന് വെച്ചിട്ടില്ല. കാരണം അനിയത്തി ഫാമിലിക്കൊന്നും ഇന്ന് വരാൻ പറ്റില്ല. അവർക്കൊക്കെ നാളെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാരണം കൊണ്ട് സെലിബ്രേഷൻ നമ്മൾ നാളത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സണ്ണി ഇതാ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് കേക്ക് കട്ടിങ് ഒക്കെ നടത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളിതേ അപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതേ സണ്ണി താഴെ നിന്ന് പാട്ടൊക്കെ പാടി ഞങ്ങളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ട് ഞങ്ങളും ഇതാ ചിരിച്ചുകൊണ്ട് ഇറങ്ങണം. അതെ, നമ്മുടെ പ്രേക്ഷകരിയായിരിക്കും എല്ലാത്തിനും ഭ്രാന്ത് പിടിച്ചോ. ഞാൻ പിടിച്ചോളാം. 25 വർഷം എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എൻ്റെ മക്കളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണേ. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണേ. ഈശോ രാജാവായി വാഴണമേ. നേരത്തെ തുടങ്ങിയില്ലേ? ഒരു സെക്കൻഡ് കേക്ക് മുറിച്ചിട്ട് ഫാൻ ഇടാം. എല്ലാരും കൈ ഓടിക്കോ. Congratulations to you. Congratulations to you. Congratulations to you, dear Papa and Congratulations to you. കേക്കിന് ഒരു കത്തി വെട്ടിയത് 2 കഷ്ണമായി. അത് 2 പേരുടെ കൊടുക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി. No, I ain't afraid of the dark. നിങ്ങളുടെ ജീവിതവും ഇതുപോലെ മധുരം നിറഞ്ഞതാവട്ടെ ഇനിയുള്ള അങ്ങോട്ട് വർഷങ്ങൾ. എല്ലാവർക്കും താങ്ക് യു. ഇനി എല്ലാവർക്കും ഒരു കുഞ്ഞു ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഒരു ചെറിയ പീസ് ഒരു കഷ്ണം വരുന്നുണ്ട്. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി ഉമ്മയ്ക്ക്. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി പപ്പയ്ക്ക്. നല്ല സൂപ്പർ കേക്ക്. ഞാനും കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ 25ാം വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ നമ്മളോട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അമ്മേ നിങ്ങളുടെ ആ കേക്ക് കട്ടിങ് കഴിയാൻ നോക്കി കഴിഞ്ഞു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്റെ ആങ്ങളേക്ക് പ്രശ്നം അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങളെ മധുരം തീറ്റിക്കുന്നു. കേക്ക് മുറിക്കുമ്പോ നാളെയാണ് ശരിക്കും ആഘോഷം.
ചെറിയ അതിനെ അതേപോലെ പോരാ. ഓക്കെ. ഇത് ഇതാരുടെയാ വിടു കൊച്ചിന് സ്റ്റീവിന് എനിക്ക് തന്നെ വേണ്ടേ ഞങ്ങളൊരു കുഞ്ഞു പീസ് തന്നുള്ളൂ. അത് മതി. എന്നിട്ട് സണ്ണിക്കുട്ടന് ഇല്ല ചേട്ടൻ കൊടുക്കും, ഞാൻ ലാസ്റ്റ് എടുത്തോണ്ട്. ആണോ ചാറ്ററിക്ക് പോരാ. അവള് കൊടുക്കും. കൊടുക്കാം കൊച്ചിന് അത് പോരാ. അതിന്റെ കൂടെ കൊച്ചിന് വലിയ ഇഷ്ടം. കൊച്ചു ഗ്രേസിന് ആദ്യം കഴിച്ചിട്ട് ആനിവേഴ്സറി ഇനിയുടെ ബാക്കി നിൽക്കുന്നുണ്ട്. ചേച്ചീനെ കട്ട് ചെയ്തു, ആനിവേഴ്സറി ഇപ്പൊ കട്ടായി. എങ്ങനെയുണ്ട് കേക്ക്? നല്ല കേക്കാ. നല്ല കേക്കാ. നല്ലതാണ്. മധുരാണല്ലോ. Soft ഉണ്ട്, അല്ല. നീ പിടിക്കണല്ലേ സണ്ണി? ഞാൻ എടുത്തോണ്ട് 5 കൊടുത്തോട്ടോ. അപ്പൊ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അമ്മ എന്ത് പറയുന്നു? ഞാൻ എന്നിട്ട് പറയാ, എനിക്ക് ഭയങ്കര സന്തോഷം. മക്കളടുത്തെത്തി ബർത്ത്ഡേ ആഘോഷിക്കാൻ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ദൈവം ഒരു അവസരം തന്നു. ഇപ്പൊ എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങള് മുകളിലാണ് ഞങ്ങളുടെ എന്താ പറയാ കിടപ്പ് കാര്യങ്ങളെല്ലാം. ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുമിച്ചാണ്. കാരണം ഞങ്ങൾ കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഇപ്പൊ വാങ്ങിച്ചിട്ടൊന്നുമില്ല. സാവധാനം വാങ്ങിച്ച് ഇനി അവിടെ പയ്യെ കുക്കിംഗ് തുടങ്ങണം. ഇപ്പൊ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ വരാട്ടോ. അങ്ങനെ പിന്നെന്താ, പിന്നെ വന്ന് ഇന്നലെ തിരക്കല്ലായിരുന്നോ. ഇന്നലെ വന്ന് കയറിയതേ ഞങ്ങൾ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി എന്നിട്ട് പിന്നെ രാവിലത്തെ കേസുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഉറങ്ങാൻ 2 ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഒരുറക്കത്തിന് നേരം ഉണ്ടായുള്ളൂ. ഉണ്ടായുള്ളൂ. അങ്ങനെ 2 മണിയായി ഞങ്ങൾ കയറി കിടന്നപ്പോ. എന്നാലും ഇപ്പൊ രസാ. മോളിൽ നിന്ന് തോന്നുമ്പോ താഴേക്ക് ഓടി വരിക, താഴേന്ന് തോന്നുമ്പോ മുകളിലേക്ക് കയറാം. അങ്ങനെയാണ് താഴെ മുകളിലേക്കും. അല്ല ഗ്രേസ് ഏത് സമയം ഓടിക്കളിക്കില്ല. താഴേന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക്. ഗ്രേസിന് വേറെ ആരെയും വേണ്ട, 5 ചേച്ചിനെ മാത്രം മതി. ഫുൾ ടൈം 24 മണിക്കൂർ 5 ചേച്ചിയുടെ കൂടെ. എന്തായാലും ജയിച്ചു വരുമല്ലോ. എന്തായാലും ജയിച്ചു വരുമല്ലോ. അവക്കടെ മോളാണെന്ന് അവക്കടെ മോള് വരുന്നു. സിജി ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ സിജിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ടോ കേട്ടോ. സിജിക്ക് ഇന്ന് വരാൻ പറ്റില്ല. അവരുടെ പള്ളിയിൽ നിന്ന് ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സിജിക്ക് വരാൻ പറ്റാത്ത ഭയങ്കര വിഷമമുണ്ട്. നാളെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നാളെ വരും. നാളെയാണ് നമ്മൾ സെലിബ്രേഷൻ വെച്ചേക്കണം. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ചെറിയൊരു രീതിയിൽ. അപ്പൊ അവര് വരും. നാളെ അവരെല്ലാവരും വരും. സ്റ്റീവൂട്ടൻ ഇവിടെ സൂപ്പർ കളി കേട്ടോ. വണ്ടികളൊക്കെ വെച്ച് സൂപ്പർ കളിയാ. കണ്ടോ സോഫേമ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ നിരത്തിയേക്കാം ഓരോന്നോരോന്നായിട്ട്. ഇതെന്തെന്ന് സ്റ്റീവൂട്ടൻ കാർ. ഇതെന്തെന്നാ ഇതെന്ത് സാധന? ഇതെന്തെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ചോദിക്കുന്നതെന്നല്ല പറയണേ. ആളുടെ വണ്ടി ലോകത്താണ്. കാറും ലോറിയും. എന്തായാലും എല്ലാവരുമായിട്ട് കൂട്ടായിട്ടോ. ഞങ്ങളോടത്ത് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരുമോ ഇല്ലേന്ന്. ഇവിടെ ചേച്ചി അനിയത്തിയും കൂടെ ഭയങ്കര കളിയാണ്. പിന്നെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഐറ്റംസ് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മിഡു ആൻറ്റി. കുറെ ഐറ്റംസുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡേ പായസം. ഇത് എന്തെന്ന് പായസം? പാലയുടെ പായസം. ആണോ? ഈ പായസത്തിന്റെ പേരെന്തെന്ന്? പാലയുടെ പായസം. അതെ അതെ. അപ്പൊ മനസ്സിലായി നീ തന്നെ ഉണ്ടാക്കിയെന്ന്. ആണോ? ഓക്കെ. താങ്ക് യു മൈ ബ്രോ. ഇന്ന് പായസം ഉണ്ടാക്കിയത് സ്പെഷ്യൽ. താങ്ക് യു. പിന്നെ ആണല്ലേ? ഓക്കെ. അപ്പൊ മിക്സ് ഉണ്ടാക്കി തന്ന കമ്പനിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ ഓക്കെ. പിന്നെ മിടുവാൻജിയുടെ വക കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാം കൊച്ചു പ്രോഗ്രാം ആണെങ്കിലും ഓർഗനൈസ് ചെയ്ത് സണ്ണി ആൻഡ് മിഡു ഫാമിലി. താങ്ക് യു. ഓക്കെ. ഗ്രേസിന് വെച്ച് തുടങ്ങിയേ. കൊച്ചിന് വേഗം ചോറ് കൊടുക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് ആരംഭിച്ചു. പിന്നെ ഈ ഫുഡ് കഴിക്കാൻ പോവാ. ചേട്ടന് ഹാപ്പി ആനിവേഴ്സറി ചേട്ടാ. താങ്ക് യു.
ഓ എന്നാലും നമ്മൾ അതിശയല്ലേ 25 കൊല്ലം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലേ ഏട്ടാ? എങ്ങനെയാണ് 25 വർഷം 50 വർഷം കൂടെ പോയാൽ എവിടെ വരെയാവും? 75. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് 25 കൊല്ലം കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞില്ല. വളരെ വളരെ സ്പീഡിലാണ് ആ 25 കൊല്ലം കഴിഞ്ഞു പോയി. തീർച്ചയായിട്ടും ആയിരിക്കാം. യെസ് തീർച്ചയായിട്ടും ചേട്ടൻ്റെ മനസ്സിൻ്റെയൊക്കെ തന്നെ ആയിരിക്കാം ലൈഫ് വളരെ സ്മൂത്തായി ഇതുവരെ നീങ്ങിയത് അല്ല ചേട്ടാ? താങ്ക് യു. അതെ, ഇനിയും അങ്ങനെ തന്നെ തുടരും. അഞ്ജു അപ്പം അങ്ങനെ ഞങ്ങളിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇനി അഷ്ടമിച്ചിട്ട് ടൗണിൽ പോകാനായിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കുറച്ചായിട്ട് വാങ്ങി വെക്കണമെന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പള്ളിയിലും കൂടി ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പച്ചനെ അടക്കിയിരിക്കുന്ന പള്ളിയുണ്ടല്ലോ ഞങ്ങളുടെ ഫൊറോന പള്ളി, അവിടെ ഒന്ന് കയറണം. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി, അമ്പഴക്കാട് പള്ളി. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഞങ്ങളിതാ സിമിത്തേരിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പച്ചൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ടത് അഷ്ടമിച്ചിര ടൗണിലേക്കാണ്. കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങിക്കാനുണ്ട്. കിച്ചണിലേക്ക് മാത്രമല്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാനുണ്ട്. കാരണം നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ള വരുന്നത്. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കണം. ശരിക്കും പറഞ്ഞാൽ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണ. വീട്ടിൽ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ വീടെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ, മസാല ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ്, പിന്നെ നമുക്ക് വാഷ്റൂമിലേക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങി ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ച് പോരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇനി ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിനായിട്ട് പോവാണ് അനിയത്തിയുടെ പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്, എല്ലാവരും റെഡിയായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇറങ്ങാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതാ എല്ലാവരും ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അവിടെ ഷൂ ഇടൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഷൂ ഇടൽ ചടങ്ങ്. നല്ല രാത്രിയായി, ഞങ്ങളിതാ ഇറങ്ങാണ്, സ്പീഡിൽ പോകണം. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് ഭയങ്കര അനൗൺസ്മെൻ്റൊക്കെ കേൾക്കാം. അവിടെ മ്യൂസിക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. മ്യൂസിക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. ഇവൊക്കെ ചേട്ടൻ്റെ അടുത്തേക്ക് നല്ല കൂട്ടായിട്ടോ, പരിചയമായി. ഇങ്ങോട്ട് തിരിച്ചേ ഉണ്ടാ, രണ്ടുപേരും നല്ല സെറ്റപ്പായി. ഞങ്ങളടുത്ത് ശിവൊക്കെ എങ്ങനെ അടുക്കാവോ, പെട്ടെന്ന് അടുത്ത് കിട്ടുമോ തോന്നുന്നു. പക്ഷെ നല്ല കൂട്ടായിട്ടോ, ശിവൊക്കെ നല്ല കൂട്ടായി. ഇപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോത്തിശ്ശേരി പള്ളിയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ നല്ല വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് പള്ളിയിൽ. ഒരുപാട് ആൾക്കാരുണ്ട്. അതും അവരിങ്ങനെ പല യൂണിറ്റുകാർ പല രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അവർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആൻറ്റീനെയും കാണാൻ പറ്റി, അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ്. അപ്പോൾ ഞങ്ങളുടെ ആൻറ്റീനെ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. ആൻറ്റി ഒരു യൂണിറ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ ഐറ്റംസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിഷ്ടമുള്ളത് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കാം കേട്ടോ. അതാണ് അവർ ഫുഡ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രൂപ ചർച്ചിനുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പല സ്ഥലത്തേക്കൊക്കെ നടന്ന് നമുക്ക് ഓരോ ഇഷ്ടപ്പെട്ട ഐറ്റമൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നോക്കി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയത്തി ഫാമിലിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെ കണ്ട സന്തോഷം. അപ്പോൾ അനിയത്തിയുടെ മോനെയും അതുപോലെ അനിയത്തിനെ ആദ്യം കണ്ടു. അപ്പോൾ അവരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഏറ്റവും ആദ്യം കാണുന്നത് അവരെ ഇപ്പോൾ ഇവിടെ പള്ളിയിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ നടക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരുമിച്ചായി ഫുഡൊക്കെ നോട്ടം. പിന്നെ ഇവിടെ അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെക്ഷനിൽ അനിയനുണ്ട്, അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ജോജിനെ കാണാനും കൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ജോജി വന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു. അങ്ങനെ കുറച്ച് നേരം ജോജിയായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. അവരുടെ യൂണിറ്റിൽ നിന്നുള്ള കുക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ ജോജിയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജോജിയും കൂട്ടത്തിലുണ്ട്. അപ്പോൾ എല്ലാവരെയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് തിരിഞ്ഞേപ്പിക്കും. പിന്നെ അനിയത്തിയുടെ മോളെയും കണ്ടു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും അവിടെ തന്നെ വെച്ച് അനിയത്തി ഫാമിലീനെ എല്ലാവരും തന്നെ അവിടെ വെച്ച് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വേഗത്തിൽ പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങിട്ടോ. പള്ളിയിലവിടെ ഭയങ്കര ഉറക്ക മ്യൂസിക് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങളവരോടും പറയുന്നത് തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചെവിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ പാട്ടും വെച്ചിട്ടുണ്ട്, അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 ആൾക്കാരോടെ പാട്ട് പാടുന്നുണ്ടായിരുന്നു ഗായകർ. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും അല്ലാത്ത മ്യൂസിക്കും അനൗൺസ്മെൻറ്റും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാട് ബഹളമായിരുന്നു. നമുക്കൊന്നും അങ്ങോട്ടും പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വാങ്ങിക്കണമെങ്കിലും എല്ലാം കൂപ്പൺ വെച്ചാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കൂപ്പണിനുള്ള പൈസ നമ്മൾ ആദ്യം കൊടുത്ത് നമുക്ക് കൂപ്പൺ കിട്ടിക്കഴിയുമ്പോൾ അതിനനുസരിച്ചാണ് വാങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നാരങ്ങ വെള്ളത്തിനുള്ള കൂപ്പണൊക്കെ എടുത്തതാ നാരങ്ങ വെള്ളം വാങ്ങിച്ചു കേട്ടോ. അപ്പോഴേക്കും ഇവർക്ക് ഇഷ്ടമുള്ള വേറെ ഐറ്റംസൊക്കെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് സൈഡിലേക്ക് നീങ്ങി എന്നൊക്കെ വർത്താനമൊക്കെ പറയാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നൊക്കെ വർത്താനം പറഞ്ഞു, നിന്ന് കഴിച്ചു. അതിന് ശേഷം പിന്നെ ടേബിളിൻ്റെ അടുത്ത് പോയിരുന്ന് എല്ലാവരും ഇരുന്നും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. എൻ്റെ 36 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു ഫ്രണ്ടിനെ കാണാൻ പറ്റി. അങ്ങനെ അനീറ്റി വഴി കേട്ടോ ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ അനീറ്റി കണ്ടായിരുന്നു പള്ളിയിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ കണ്ടപ്പോൾ ഓടി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ആളെ കൊണ്ടുവന്നത് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം പഴയ കാലത്തെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എത്ര വർത്തമാനം പറഞ്ഞാലും മതി വരില്ല. ആ രീതിയിൽ ഞങ്ങൾ ഒത്തിരി അങ്ങോട്ടും സംസാരിച്ച് സന്തോഷം പങ്കുവെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആളുടെ നമ്പറൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഫോൺ നമ്പറൊന്നും വിളിക്കാൻ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടൊക്കെ കൈമാറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോഴേക്കും ആൻറ്റിയൊക്കെ വന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ആൻറ്റിയോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോരാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റീവ് ഊട്ടൻ ഭയങ്കര കളികളൊക്കെയാണ്. ഞങ്ങൾ വന്നിട്ട് തൊട്ട് പിറ്റേ ദിവസമാണല്ലോ. അപ്പോൾ സ്റ്റീവിന് ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെ കാണിക്കാനും അതൊക്കെ വെച്ച് കളിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യം, ഭയങ്കര ഇൻട്രസ്റ്റഡ് കളികളായിരുന്നു. ചേട്ടൻ്റെ അടുത്തും എൻ്റെ അടുത്തും അഞ്ജലിയുടെ അടുത്തൊക്കെ ഓടി നടന്ന് ഓരോ ടോയ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കും സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മളുടെ പേജ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.